ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൂപ്പർ കാർ വാങ്ങാൻ പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ഷോറൂമിൽ പോകുന്ന മുമ്പ് നമ്മൾ ഒന്ന് ഉടുപ്പ് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഉടുപ്പ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ ഗൈസ്, കയറാനും പറ്റുന്നില്ല ഗൈസ്. കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. സോറി ചേട്ടാ, കേട്ടുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് സ്ഥലം പെട്ട. ഡാ നീ ഇറങ്ങി വന്നേ ഗൈസ്, എന്നോട് ഉറക്കെ പറഞ്ഞു. ഡാ നീ ഇറങ്ങി വന്നേ, നമുക്ക് ഇറങ്ങിപ്പോവാം ഗൈസ്. ഞാൻ പെട്ട് അയ്യോ ഗൈസ്, ഞാൻ പെട്ടല്ലോ. ഡാ നീ എൻ്റെ വണ്ടി നശിപ്പിച്ചല്ലേ. സോറി, നീ പൈസ തന്നിട്ട് പോയാൽ മതി. അയ്യോ ഗൈസ്, നമ്മൾ പെട്ട്. എൻ്റെ സൂപ്പർ വാങ്ങാനുള്ള പൈസയുള്ളൂ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് പൈസ കൊടുക്കാതെ പോവാം. ഡാ നിൽക്കടാ, പൈസ ഉണ്ടോ ഗൈസ്? ഓട് വണ്ടി. അയ്യോ, എഞ്ചിന് സ്റ്റാർട്ട് ചെയ്യണം. ഡാ നിക്ക്. ഡാ നിക്ക്. പോലീസ് ഗൈസ്, എന്നെ പിടിക്കാൻ പറ്റുന്നുണ്ട്. കോണക്സ് കാണുമ്പോൾ പൈസ കൂടുതലാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോകാം. പക്ഷെ നമ്മുടെ ഫോർച്യൂണർ നമുക്ക് സ്പീഡില്ല. അവരുടെ ഒറ്റ സ്പീഡ് ഇട്ടാൽ മതി. സ്പീഡ് മോഡ് ഇട്ടാൽ മതി. നല്ല സ്പീഡാണ് ഗൈസ്. നമ്മുടെ സൂപ്പർ ആയി വാങ്ങുമ്പോൾ അതിന് പ്രശ്നമില്ല. നമുക്ക് പെട്ടെന്ന് പോകാം. ഇപ്പോൾ നമ്മുടെ പുറത്തെ ഡിക്കി പോയി, എല്ലാം പോയി. സൂപ്പറാനുള്ള പൈസ മാത്രമേ ഉള്ളായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഈ ഫോർച്യൂണർ കൊടുക്കുമായിരിക്കും നമ്മൾ ആക്രിക്ക്. എന്നുവെച്ചാൽ മൊത്തം പൊട്ടി. ഇനി ഇത് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ശരിയൊക്കെ വെച്ചിട്ട് പാടാ. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു സൂപ്പർ വാങ്ങുന്നില്ല കേസ്. അല്ല, എനിക്കത് വഴി തെറ്റിയെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീടല്ലേ. എനിക്ക് മൊത്തം വഴി തെറ്റി അല്ല പുറകെ പൊട്ടിയിരിക്കുവായിരുന്നല്ലോ ഗേസ്. ഞാനോ അറിയത്തില്ല, എന്നെ ഇങ്ങോട്ട് നോക്കിയായിരുന്നു. ഡാ നിക്കടാ ഗൈസ്, ഞാൻ പെട്ട്. അവനായിരുന്നു. എന്തൊരു സ്പീഡിലാണ് പോകുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അത്ര സ്പീഡില്ല, അവർ കാണാത്തോണ്ടായിരിക്കും. നമ്മൾ വഴി മറന്നുപോയി എന്ന് തോന്നുന്നു. അവിടെ ഒരു കോണക്സൊക്കെ. ഇവിടെ ടോട്ടൽ ഈ സ്ഥലത്ത് കുറേ കോണക്സൊക്കെ ഉണ്ട്. അവിടെ കോണക്സൊക്കെ, ബുഗാട്ടി, രണ്ടും ബുഗാട്ടി ഗൈസ്. നമുക്കതൊന്നും വാങ്ങാൻ പൈസ ഇല്ല ഗൈസ്. നമുക്ക് സൂപ്പർ വാങ്ങാൻ പൈസ ഉള്ളു ഗൈസ്. അതെ, ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കും സൂപ്പർ. ഇതാണ് ഷോറൂം. നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റ് വന്ന ഷോറൂമാണിത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. എനിക്ക് എവിടുന്ന് സൂപ്പർ കാണുന്നില്ലല്ലോ ഗൈസ്. സൂപ്പർ എവിടെ പോയി, മാഞ്ഞു പോയോ ഗൈസ്? അങ്ങനെ സൂപ്പർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ സൂപ്പർ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അവരൊന്നും കണ്ടില്ല കേട്ടോ. എനിക്ക് പേടി വരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വഴി കൂടെ പോകായിരുന്നു. നമ്മൾ ചുമ്മാ വേറെ വഴി കൂടെ പോയി, അപ്പുറത്തെ വഴി കൂടെ പോയി. നമ്മൾ ഇപ്പുറത്തെ വഴി കൂടെ പോയെങ്കിൽ ഇടിക്കുന്ന നല്ല സംഭവം നടക്കും. എനിക്ക് വഴി എത്ര അറിയത്തില്ല, ഞാൻ പോയിട്ടില്ലായിരുന്നു. അന്ന് ആ ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടി പോയത്, പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ലായിരുന്നു ഗൈസ്. എനിക്ക് പേടിയാവുന്നു ഗൈസ്. നമ്മളെന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ ആ കോണക്സിക്കല്ല കേട്ടോ. ഈ കോണക്സിക്കിൻ്റെ പുറകിൽ പൊട്ടിയിരിക്കുമായിരുന്നു. പക്ഷെ മറ്റേതിനകത്ത് പൊട്ടിയിരിക്കില്ലായിരുന്നു. ചെറുതായിട്ട് അവർ ഷോറൂമിൽ പോയി ശരിയൊക്കെ കാണും. ഞാൻ അവിടെ എത്താൻ വെച്ച് താമസിച്ചായിരുന്നു. എനിക്ക് വഴി അത്ര അറിയത്തില്ലായിരുന്നു. എന്തോ കോണക്സിക്ക്, ഇവിടെ കുറേ കോണക്സിക്കുണ്ട്. ഏതാണെന്ന് മനസ്സിലാകത്തില്ല. നമ്പർ ഞാൻ കണ്ടില്ല. ഫസ്റ്റ് എന്തായാലും കേരളത്തിൻ്റെ ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്കിവിടെ സൂപ്പർ വർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, സീൻ മോനെ, സൂപ്പർ സീൻ ഗൈസ്. പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ഇവിടോട്ട് കാറ് പാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടോട്ടങ്ങ് കാറ് പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, നമുക്ക് ഇവിടോട്ടങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കാം.
ഈ സൈഡിലോട്ട്. ഓക്കെ ഗൈസ്, നമ്മളെത്തി, തൊണ്ട് കിട്ടി. ഇനി നമുക്ക് ഉറങ്ങാം. നമ്മൾ ക്ഷീണിച്ച്. ഓക്കെ, നമുക്ക് ചായയും കുടിച്ചിട്ട് ഉറങ്ങാം. ചായ കിട്ടിയിരുന്നു, ചായ അതിനകത്ത് ചായ ഇല്ല ഗൈസ്. നമ്മൾ ചായ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാം. എൻ്റെ കാറ് നീ ഇടിച്ചിട്ടല്ലേ ഞാൻ അതിന് വേണ്ടി പ്രതികാരം തന്നിട്ടുള്ള കാര്യം. ഞാൻ സ്റ്റിക്കി ബോംബ് മൊത്തം എടുത്ത് വെക്കും. ഇന്ന് നീ കാർ ഉപയോഗിക്കണ്ട. എൻ്റെ കോണക്സിക്ക് പൈസയും തരാതെ പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ അവിടെ എന്തോ ചെയ്യുവാണ്, ആദ്യം നോക്കണം. എന്നിട്ട് പകുതി ഇത്രയും മതി എന്തായാലും സൂപ്പറയ്ക്ക്. അവൻ അവിടെ ഉറങ്ങുക, അതുകൊണ്ട് ഇനിയും പ്രശ്നമില്ല. എൻ്റെ വണ്ടി നശിപ്പിച്ചത്, എൻ്റെ വണ്ടി മൊത്തം നശിപ്പിക്കണം. എൻ്റെ വീട് നശിപ്പിക്കണം. ഇനി ഗ്യാസ് സിലിണ്ടർ എടുക്കണം. എൻ്റെ ഗ്യാസ് സിലിണ്ടർ എടുക്കട്ടെ. അങ്ങനെ ഫുൾ ടാങ്ക് ഗ്യാസ് സിലിണ്ടർ വച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ വീടും കത്തിക്കണം. എൻ്റെ ഞാൻ ഓരോന്നായിട്ട് വെക്കാം. ഇങ്ങനെ വീട് പിന്നെ കത്തിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഫ്രണ്ട് ഭാഗത്ത് ഇരിക്കട്ടെ. അങ്ങനെ ഉറങ്ങുവായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇന്ന് ഇവനെയും ഞാൻ ഇവൻ്റെ വീടിനെയും കത്തിക്കും. ഇത്രയും മതി. ഇത്രയും സ്റ്റിക്കി ബോംബ്. ഇനി തീർന്നെൻ്റെ സ്റ്റിക്കി ബോംബ്. ഇത്രയും ഉള്ളു, ഇനി ഇടാൻ പറ്റത്തില്ല. കുഴപ്പമില്ല. ഇനി ആക്ടിവേറ്റ് ആക്കട്ടെ. ഇനി വേണം ഇവൻ്റെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അതെന്തോ സൗണ്ട്, എന്തോ സൗണ്ട്. എൻ്റെ വീട്ടിൽ എന്തൊക്കെ കഴിഞ്ഞിരിക്കുന്നേ. എന്താ എന്തോ സൂപ്പറാണെന്തേ. എന്തോ സൗണ്ട് ആയിട്ട് CCTV ഫുട്ടേജ് നോക്കാം. ഇവിടെ CCTV ഇല്ലല്ലോ. ഇവിടെ ചെറിയൊരു CCTV ഉണ്ട്. എന്താ TV അവിടെ അല്ലേ? കമ്പ്യൂട്ടർ ഇപ്പോൾ നോക്കാം. CCTV ഫുട്ടേജ്. ഫയർ എഞ്ചിനെയൊക്കെ വിളിച്ചിട്ട്. എൻ്റെ വണ്ടി, ഇപ്പം എൻ്റെ വണ്ടി ആരാ കത്തിച്ചത്? ഇപ്പോൾ ഫയർ എഞ്ചിൻ വരും. പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ മേൽഭാഗം കത്തുന്നു. പെട്ടെന്ന് ഗൈസ്, എൻ്റെ സൂപ്പറെ കത്തുന്നു. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഇവിടെ ചേർന്ന് കിടക്കുമായിരുന്നു ഗൈസ്. തെറിച്ചത് ഇവിടെ വീണ്. പിന്നെ ഫയർ എഞ്ചിൻ ഇങ്ങോട്ട് ഇടിച്ചപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയതാണ്. ബ്രേക്ക് ഇട്ടില്ല ഫയർ എഞ്ചിന്. ഗൈസ്, എൻ്റെ സൂപ്പർ ഗൈസ്, ഞാൻ വേസ്റ്റ് പാത്രത്തിനെയൊക്കെ വിളിക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് സൂപ്പർ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വന്ന് കൊണ്ടുപോയിക്കോളാം. ഇവിടെ ക്യാമറ ഫുട്ടേജ് ഞാൻ നോക്കട്ടെ ഗൈസ്. നമുക്ക് നോക്കിയാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മേളിൽ മൊത്തം ആഞ്ഞ് കത്തുക ഗൈസ്. ഇവിടെ പൈപ്പെല്ലാം പൊട്ടി. ഇപ്പോൾ വെള്ളമൊന്നും വരുന്നില്ല. നമുക്ക് ദാഹിക്കുന്നു ഗൈസ്. നമുക്ക് CCTV ദൃശ്യം നോക്കാം. മോണിറ്റർ ഓൺ ആക്കട്ടെ ഗൈസ്. മോണിറ്റർ ഓൺ ആക്കിയപ്പം ഇന്ന് നമ്മൾ കോണക്സിക്ക് ഇടിച്ചവൻ നമ്മുടെ ഇങ്ങനെ ചെയ്തു ഗൈസ്. അത് ഗൈസ് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി എന്തോ ചെയ്യും ഗൈസ്. എനിക്കൊരു പ്ലാൻ ഉണ്ട്. അവൻ്റെ വീട് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ടിനറിയാം. എൻ്റെ ഫ്രണ്ട് എല്ലാവരുടെയും വീട് കണ്ടുപിടിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല.
പക്ഷെ മുഖം കാണിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇനിയിപ്പോൾ ഏത് കാറിൽ പോകും? ഓട്ടോറിക്ഷ വിളിക്കണോ വരുമോ? അല്ല ഇവിടെ അടുത്ത് ബസ് സ്റ്റാൻഡുണ്ട്, ബസ് സ്റ്റാൻഡിൽ വിളിക്കാം. അതാ ചെയ്യുന്നത്. ഫയർ എഞ്ചിൻകാരാ, നിങ്ങൾക്ക് വേണമെങ്കിൽ തീ അടഞ്ഞു കഴിഞ്ഞിട്ട് പോവാ, ഞാൻ പിന്നെ പൈസ തരാം. പിന്നെ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേസ്, നമ്മുടെ അവരുടെ മുഖം കാണിച്ചാൽ അവൻ കണ്ടുപിടിച്ച് തരും. കേസ് നമുക്ക് അവനെ വിളിക്കാം. നമുക്ക് ബസ് സ്റ്റാൻഡ് ഇത് അവിടാണ്. അതാണ് ബസ് സ്റ്റാൻഡ്. ഇത് കുറേ പേര് അവിടെ നിൽക്കുന്നില്ലേ, ആ ബസ് സ്റ്റാൻഡാണ് അവിടെ. ബസ് സ്റ്റാൻഡ് ഇത് അവിടെ. ഇപ്പം ബസ് വരും, അവിടേക്ക് ബസ് വരും. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി ദൂരമാണ് എൻ്റെ സ്ഥലം. പണ്ടങ്ങാണ്ട് ഞാൻ മീറ്റ് ചെയ്തതാണ്. പണ്ട് ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ബസ് സ്റ്റാൻഡിന് വേണ്ടിയാണ്. ചേട്ടൻ എവിടെ ഇറങ്ങാനുള്ള? ഞാൻ തൃശ്ശൂർ ഇറങ്ങാനുള്ള ഗൈസ്. നമുക്ക് ഇറങ്ങാനുള്ള നമുക്കവിടെ നമ്മുടെ തൃശ്ശൂരാണ്. നമുക്ക് തൃശ്ശൂരാണ് ഇറങ്ങാനുള്ളത്. തൃശ്ശൂരാണ്, രണ്ടിന് പ്രശ്നമില്ല. ഇവിടാണ് എൻ്റെ വീട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ബസ്സിൽ പോയി ചേട്ടൻ തോട്ട് നിൽക്കുന്നു. അവിടെ നടന്നുകൊണ്ടിരിക്കും എല്ലാവരും. വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോഴും ബസ് വന്നില്ല. ബസ് അവിടെ പോയോ? കോണക്സിക്ക് അല്ല ഗൈസ്, അല്ല എൻ്റെ പുറയിൽ ഒട്ടിയതായിരുന്നു. പക്ഷെ അന്ന് കണ്ട കോണക്സിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ആവട്ടെ ഓക്കെ ഗൈസ്, ബസ് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ബസ് പോയിട്ടുണ്ട്. ഇതാണ് ഇനി സ്റ്റെപ്പ് കയറുന്നത്. ആ ബിൽഡിങ്ങാണ്, ഭയങ്കര ദൂരം. എന്താണ് ബിൽഡിങ്? ഇവിടെ കയറാം. ഓക്കെ ഗൈസ്, തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവൻ വീടൊക്കെ പറഞ്ഞു തന്നു ഗൈസ്. ഇതാ നമ്മൾ അടുത്ത് തന്നെ, ഇതാ ഇവിടെ തന്നെ, ഇതാ ആ വീട് കണ്ടാ. അവിടെ ഇല്ല ഏതോ ഒരു വീട്. അവിടെ കോണക്സൊക്കെ പൊട്ടിപ്പുറയിൽ. അത് നീ നോക്കിയാൽ മതി. അവൻ ശരിയാക്കിയിട്ടുണ്ടോ എന്ന് എന്നോട് ഞാൻ ചോദിച്ചില്ല. നമുക്ക് പൊട്ടിയത് അവിടെ കോണക്സൊക്കെ ഉള്ളത് അവിടെ നമുക്ക് എടുക്കാം. അതിൽ പൊട്ടിയത് അവിടെ എടുക്കാം. അവരങ്ങനെയൊന്നും പറഞ്ഞില്ല, ഇവിടെ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നമ്മൾ നടന്നുകൊണ്ട് ദൂരമുള്ള അവിടെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ദൂരങ്ങാണെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ എല്ലാം വിളിച്ചു പോകാൻ. ഇനി ബസ് ഇവിടെ വരത്തില്ല. ഇനി 4 മണിക്ക് ബസ്സുള്ളൂ. ഇപ്പം 2 മണി ആയതോ, ഇപ്പോൾ 1 മണി ആയതേ ഉള്ളൂ കേസ്. ഓക്കെ ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതിലേതോ ഒരു വീട്, കോണക്സിക്കുള്ള വീടാണ് അവൻ്റെ വീട്. അവൻ്റെ വീട് ഞാൻ അവൻ്റെ കാറ് നശിച്ച് അവനെ പ്രതികാരം ചെയ്യും ഗൈസ്. കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ, തോക്കെടുക്കാം ഗൈസ്. ഗൈസ് എവിടെയും കോണക്സൊക്കെ കണ്ടില്ല ഗൈസ്. ഇവിടെ കാണും ഉണ്ടോ ഗൈസ്? എവിടെയും കാണുന്നില്ല ഗൈസ്. ഇവിടെ പോയി കോണക്സൊക്കെ എല്ലാത്തിൻ്റെ ഷെഡിൻ്റെ പുറകിൽ നോക്കണം. അപ്പുറത്തെ സൈഡ് നോക്കാം. അപ്പുറത്തെ സൈഡ് മൊത്തം നോക്കിയിട്ട് അപ്പുറത്തെ സൈഡ് നോക്കാം ഗൈസ്. ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഞാൻ പറ്റിച്ചു നമ്മൾ കുറേ ദിവസം മിണ്ടി കിട്ടുക. ഒരു 5 വർഷമൊക്കെ ആയി കാണും. അതുകൊണ്ടും മിണ്ടുവോ? അത് ഞാൻ കള്ളം പറഞ്ഞാണോ? നമ്മളിനി എന്തോ ചെയ്യും? നമുക്കിനി ഇപ്പുറത്തെ സൈഡ് നോക്കാം. ഇവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് കിട്ടിയ ചേട്ടും എങ്ങാനും ഉണ്ടോ ഗൈസ്? കോണക്സൊക്കെ ഗൈസ്, കോണക്സൊക്കെ അവൻ്റെ വണ്ടിനെ കത്തിച്ചു. അവൻ സ്റ്റിക്കി ബോംബ് കൊണ്ടാണ് ചെയ്തത്. ഞാൻ ഫുട്ടേജ് നോക്കിയപ്പോൾ സ്റ്റിക്കി ബോംബായിരുന്നു. പക്ഷെ അവൻ ഞാൻ സ്റ്റിക്കി ബോംബ് ഉണ്ടല്ലോ ഗൈസ്, ഞാൻ അവൻ്റെ തോക്കുകൊണ്ടാണ് ഗൈസ്. ഇനി AK-47 എടുക്കാം. എല്ലാ തോക്കുകൊണ്ടും ഞാൻ വെടിവെക്കും. ഇതൊന്നും അവരൊന്നും കാണുന്നില്ല. അവന് വേറെ ബൈക്കും കൂടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. പക്ഷെ ആ ബൈക്ക് ഇവിടെ ഒന്നും ഞാൻ കണ്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല. ഞാൻ മൊത്തം തോക്ക് എടുത്തോണ്ടായിരുന്നു വന്നത്. പക്ഷെ മിസൈൽ എടുക്കാൻ പറ്റത്തില്ല. ഇതിന് ഷെൽസൊക്കെ പറ്റത്തുള്ളൂ ഇതിനകത്ത്, ഈ ബാഗിനകത്ത്. അതുകൊണ്ടാണ് സ്നൈപ്പർ പിന്നെ എങ്ങനെയൊക്കെ കയറ്റി വെച്ചതാണ്. ഇനി നമുക്ക് സ്റ്റിക്കി ബോംബ് എടുക്കാം. എന്നിട്ട് അവൻ്റെ ജനലും എല്ലാം പൊട്ടിക്കാൻ വെച്ച്. എന്നിട്ടും അവൻ്റെ ആ കാറിനകത്ത് PPS പ്രൊട്ടക്ഷൻ ഒട്ടിച്ചിടണം. ഒന്നും പ്രശ്നം പറ്റിയില്ല. തോക്കുകൊണ്ട് പ്രശ്നമില്ലല്ലോ ഗൈസ്. എന്നാലും ഗൈസ് ഓക്കെ, എൻ്റെ വീടും പൊട്ടിക്കണം, എല്ലാം പൊട്ടിക്കണം. ഗ്യാരേജ് വരെ പൊട്ടിക്കണം ഗൈസ്. ഇത്ര ഉദ്ദേശം. ഈ സ്റ്റിക്കി ബോംബ് പൊട്ടിച്ചപ്പോഴേക്കും ഇതിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഗ്യാസ് പറ്റിയില്ലെന്നേ ഉള്ളൂ. സ്റ്റിക്കി ബോംബ് ഇച്ചിരി ഉണ്ട്.
ടിക്ക് ചെയ്യുമ്പോൾ ആകെ എനിക്ക് 25 ഉള്ളു. ഓക്കെ, തീരുന്നു. ഇത് ഇത്രയും മതി. 25 കൂടി ഇനിയുണ്ട്. നമുക്ക് ഇത്രയും മതി ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇരുന്ന് കത്തിക്കാം. എൻ്റെയും അവൻ്റെ ഫോൺ വഴി കൂടെയാണ് ചെയ്യുന്നത്. ഓ മോനെ ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് പെട്ടെന്ന് ഓടിപ്പോം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഓടാം ഗൈസ്. ഓടാൻ പറ്റുന്നില്ല. ഓട് പെട്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഉള്ളു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.